ഹായ് നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു മിടുക്കിയെയാണ്. തോൽക്കാത്ത മനസ്സും ഇടറാത്ത കാലുകളുമായി ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വെല്ലുവിളികളെ നൃത്തച്ചുവടുകൾ കൊണ്ട് പരാജയപ്പെടുത്തിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. സെറിബ്രൽ പാൾസി എന്ന കുറവിനെ നൃത്തച്ചുവടുകളാൽ പരാജയപ്പെടുത്തിയ കൊച്ചുമിടുക്കി അക്ഷിത ദയാനന്ദ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം അക്ഷിത. നമസ്കാരം. അക്ഷിതയ്ക്ക് എന്തുകൊണ്ടാണ് ഈ നൃത്തത്തോട് ഇഷ്ടം തോന്നിയത്? ചെറുപ്പത്തില് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിന്. അപ്പം ഞാൻ ഇപ്പൊ അമ്പലത്തിലെല്ലാം പോയാല് കൊറേ പേര് ഇങ്ങനെ ഭരതനാട്യവും ബ്രേക്ക് ഡാൻസ് അങ്ങനെ ഏതായാലും കളിക്കുന്നത് കാണും. അവരെല്ലാം നല്ല വൃത്തി കൈയെല്ലാം നല്ല വൃത്തിയാക്കി നല്ല മൂവ്മെന്റ്സോടെ ചെയ്ത് അപ്പം അങ്ങനെ ഒരു രീതിയില് എനിക്ക് കളിച്ചു നോക്കി എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഡാൻസിനോടുള്ളൊരു ഇഷ്ടം തോന്നി. അത് കാണുമ്പോൾ എനിക്ക് ഡാൻസിനോടുള്ള ഇഷ്ടം നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു പഠിക്കാൻ. ഗുരുവായൂർ അമ്പലനടയിൽ നൃത്തം ചെയ്യുക എന്ന ആഗ്രഹ സഫലീകരണം നടന്ന സന്തോഷത്തിലാണല്ലോ അക്ഷിത. ആ അനുഭവത്തെ കുറിച്ചൊന്ന് നമുക്ക് പറഞ്ഞു തരുമോ? എനിക്ക് ഗുരുവായൂര് കളിക്കണം എന്ന് ഭയങ്കര ഒരു നല്ല ആഗ്രഹം ഉണ്ടായി. കാരണം ഗുരുവായൂരപ്പന്റെ മുന്നിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എനിക്ക് ചാൻസ് കിട്ടി ഗുരുവായൂരിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ചാൻസ് കളയണം, ഗുരുവായൂരൊന്ന് കളിച്ചാൽ ഒരു നല്ലൊരു അനുഭവം, ഒരു ബ്ലെസ്സിങ്. പിന്നെ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയ ടെമ്പിൾ അല്ലേ. അപ്പം അവിടെയെല്ലാം കളിക്കുന്നത് എന്ന് പറഞ്ഞാല് അത് എനിക്ക് ഭയങ്കര എൻ്റെ സ്വപ്നത്തിനേക്കാളും വലിയ ഒരിതാണ്. അപ്പം അങ്ങനെ കളിച്ചു. അതിനുശേഷം എനിക്ക് കുറെ ബ്ലെസ്സിങ്സ് കിട്ടി. കുറെ ബ്ലെസ്സിങ്സ് കിട്ടി. അപ്പം എനിക്ക് വളരെ പിന്നെ മറ്റുള്ളവരുടെ അടുക്കുന്ന കുറെ കൺഗ്രാജുലേഷൻ എല്ലാം കിട്ടീനെ മറ്റുള്ളവർക്കുന്ന്. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ കളിച്ചതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും എല്ലാം. കാലുകളുടെ തളർച്ച നൃത്ത ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ആ വെല്ലുവിളികൾ എങ്ങനെയാണ് നേരിട്ടത്? ആദ്യമൊക്കെ ഞാൻ ചെയറിൽ ഇരുന്നിട്ടായിരുന്നു ഡാൻസ് കളിച്ചത്. അപ്പം മറ്റുള്ള കുട്ടികളെല്ലാം നിന്ന് ഡാൻസ് കളിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കും നിന്നിട്ട് കളിക്കണം. ആദ്യമൊക്കെ ചെയറിലിരുന്ന് അങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ആക്ഷൻസ് കളിച്ചു, കാലുകൊണ്ടൊന്നും ചെയ്യില്ല, കൈകൊണ്ട്. അപ്പൊ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. കാരണം മറ്റുള്ള കുട്ടികള് കാലും കയ്യിലും വെച്ച് കളിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി. അപ്പൊ ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് ചെയർ ഇല്ലാണ്ട് തന്നെ കളിക്കണം. അത് ഞാനൊരു ചാലഞ്ച് ആയിട്ട് തന്നെ എടുത്തു, 2 പേരായിട്ട് തന്നെ ഞാൻ എടുത്തു. എന്നിട്ട് അങ്ങനെ ഞാൻ നിന്ന് കളിക്കാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ വീഴുമായിരുന്നു ഫസ്റ്റ് സ്റ്റേജിലെല്ലാം. പക്ഷെ അന്നേരം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാലിന് മറ്റുള്ള പിന്നെ ഓഡിയൻസിലും വിചാരിക്കുന്നുണ്ടാവും, കാരണം എപ്പോ വീഴോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലവർ അമ്മേനോട് പറഞ്ഞിട്ട് വരെയുണ്ട്. പക്ഷെ അമ്മ അതിനൊന്നും ഇത് കൊടുത്തിട്ടില്ല, അവള് കളിച്ചോട്ടെ, അത്ര തന്നെ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ കുറെ വട്ടം സ്റ്റേജിൽ വീണെങ്കിലും ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഞാൻ എത്ര സ്റ്റേജിൽ കളിക്കുന്നോ അത്രയും ഇമ്പ്രൂവ്മെന്റ് ആണ് എന്റെ ഡാൻസിനോടുള്ള ഇഷ്ടവും. ഞാൻ ഡാൻസിൽ കളിക്കുന്ന വേയും എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പൊക്കെ ഞാനിപ്പോ സ്റ്റേജിൽ വീഴുന്നത് തന്നെ പൂർണ്ണമായി ഒഴിവായി. ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ കളിക്കാൻ പറ്റും. അക്ഷിതയുടെ നൃത്തത്തിലെ ഗുരു ആരാണ്? വനജ കലാമണ്ഡലം ടീച്ചറാണ്. എവിടെയാണ് ടീച്ചർ വീട്? എവിടെയാണ്? ഇവിടെ പെരള തന്നെയാ. ടീച്ചർ എങ്ങനെ ഡാൻസിലൊക്കെ മാക്സിമം സപ്പോർട്ടാണ്? ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സപ്പോർട്ടോടെയാണ്. എപ്പോഴും സ്റ്റേജ് കയറുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, തെറ്റുവോ വീഴോ അതോ സ്റ്റെപ്പ്, അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ മിസ് റിഹേഴ്സൽ ആയ സമയത്തൊക്കെ പറയും, നീ ഇവിടുന്ന് സെറ്റ് കളിക്കുന്നെങ്കിലും സ്റ്റേജിലെത്തുമ്പോൾ നീ ഫയർ ആയിരിക്കും. അപ്പോ ആ വേർഡ്സ് എനിക്ക് കുറെ കോൺഫിഡൻസ് തരും. ആ കോൺഫിഡൻസിലൂടെ എനിക്ക് ടെൻഷനും മാറി എനിക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വനജ ടീച്ചർ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടത്തോടെയാണ് ഓരോ ഡാൻസും പഠിപ്പിച്ചിരുന്നത്. അപ്പം എനിക്കും ആ ടീച്ചറോട് ഭയങ്കര ഇന്ററാക്ട് ചെയ്യാനും ഓരോ സ്റ്റെപ്സ് പഠിപ്പിക്കുമ്പോൾ നല്ല വൃത്തി പഠിപ്പിച്ച് തന്നെ എനിക്ക് കംഫോർട്ട്
കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നല്ല വൃത്തി പഠിപ്പിച്ചിട്ടാണ് ഓരോ സ്റ്റേജിലും കളിപ്പിക്കുന്നത്. ഇപ്പം ഡാൻസിൽ ഏതൊക്കെ നൃത്തങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? നൃത്തത്തിന്റെ പേരാ ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ ഏതെല്ലാം? ഞാനിപ്പോ ഭരതനാട്യമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ കളിച്ചിട്ടുള്ളത് മല്ലാരി, ചിന്ന ചിന്ന പദം, പിന്നെ ഗുരുവായൂർ കളിച്ച അലൈ പൈതേ, ഗുരുവായൂർ കളിച്ച അലൈ പൈതേ. ഇപ്പം ഗുരുവായൂർ മോള് കളിച്ചിട്ട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞത്? ഗുരുവായൂർ ഞാൻ കളിച്ച പാടും സ്റ്റേജിൽ ഞാൻ ഇറങ്ങിയിട്ട് കുറെ പേരെന്നെ വന്ന് കെട്ടിപ്പിടിച്ച് മോളെ നല്ല വൃത്തി ഡാൻസ് കളിച്ചു, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കുറെ പേര് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അതും ഗുരുവായൂർ വെച്ചിട്ട് തന്നെ അവിടുത്തെ ആൾക്കാർ പറയുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവും. ഏത് വെല്ലുവിളികളും അതിജീവിക്കുന്നത് മാതാപിതാക്കൾ കൂടെയുള്ള ധൈര്യത്തിലാണ്. മോളുടെ അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ടീവ് എത്രത്തോളമാണ്? അച്ഛൻ്റെ അമ്മേനെയും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിനെക്കാളും വലിയൊരു ഇതാണ്, ഒരു ബ്ലെസ്സിങ് ആണ് അച്ഛൻ്റെ അമ്മേനെയും. ഏത് സ്റ്റേജിൽ കയറുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും സപ്പോർട്ടോടെ ഉണ്ടാവും. വീഴുമ്പോഴൊക്കെ മറ്റുള്ളവർ പറയുമെങ്കിലും അച്ഛനും അമ്മയും അതിന് എതിരെ നിൽക്കുകയത്. കാരണം അവള് കളിക്കട്ടെ, അവള് സ്റ്റേജിൽ കളിക്കട്ടെ, സ്റ്റേജിൽ നല്ല പ്രാക്ടീസ് ചെയ്യുന്നതോറും അവളെ ഡാൻസ് മൂവ്മെന്റ്സ് എല്ലാം ഇമ്പ്രൂവ് ആവുക ചെയ്യുക. അപ്പൊ അച്ഛനമ്മയും നല്ലോണം സപ്പോർട്ട് തരും. അപ്പൊ അച്ഛനമ്മ കുറച്ച് കോൺഫിഡൻസും തരും എങ്ങനെ എന്ത് രീതിയിലായാലും. ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് എന്ന വലിയ നേട്ടം കരസ്ഥമാക്കിയില്ലേ, അതിനെ കുറിച്ചൊന്ന് പറയുമോ? എൻ്റെ കാലിൻ്റെ അവസ്ഥേൻ്റെ പേര് സെറിബ്രൽ പാൾസി എന്നാണ്. അപ്പം ഈ സെറിബ്രൽ പാൾസിയോട് പൊരുതി വിവിധ വേദികളിൽ ഭരതനാട്യം കുറിച്ച് കളിച്ചതിനാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് പേര് വന്ന ടൈറ്റിൽ കിട്ടിയത്. അപ്പം ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തും എഫേർട്ട് ഇട്ടും ആണ് ഭരതനാട്യം പഠിച്ചത്. 7 വർഷത്തോളം ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിലാണ് ഭരതനാട്യം അരങ്ങേറ്റം കുറിച്ചത്. അപ്പം അങ്ങനെ കുറെ വേദികൾ കിട്ടി. അതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ശ്രീ ഗുരുവായൂർ അമ്പലമാണ്. അപ്പം അവിടുന്ന് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു ടൈറ്റിൽ കിട്ടിയാനുള്ള ഒരു ഇത് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പം അതിനുശേഷം ഇപ്പം കുറെ അച്ചീവ്മെന്റ്സും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം കുറെ മൊമെന്റോസ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള പീപ്പിളിൽ നിന്ന് എനിക്ക് മൊമെന്റോസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എത്രത്തോളം വേദികൾ പിന്നിട്ടിട്ടുണ്ട്? ഏകദേശം 28ഓളം വേദികളിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 3 പറയുകയാണെങ്കിൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നെ മാടേക്കാവ്, പിന്നെ ഇപ്പം അടുത്ത് കളിച്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കളിച്ച ശ്രീ ഗുരുവായൂർ ടെമ്പിൾ. ഈ ചെറുപ്രായത്തിൽ വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കി. മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭരതനാട്യം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഭരതനാട്യത്തിലൂടെ ഇനിയും അച്ചീവ്മെന്റ്സ് കിട്ടുക എന്നൊരു ആഗ്രഹമുണ്ട്. ഇതിനേക്കാളും വലിയ അച്ചീവ്മെന്റ് കിട്ടണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ ഗിന്നസ് ബുക്ക്, അങ്ങനെ പല ബിഗ് അച്ചീവ്മെന്റ്സ്. അക്ഷിതയുടെ ഫാമിലി ആരൊക്കെയാണ്? അച്ഛൻ ദയാനന്ദ് കണ്ണൂർ PNB മെറ്റേഫിൽ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ സന്ധ്യ, അമ്മ ത്രിമരി ബാങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ക്ലിനിക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സിബ്ലിങ്സ്. അറിയാതിടങ്ങളിലൂടെ എന്ന ഈ പരിപാടിയിൽ ഇത്രയും നേരം നമ്മളുമായി സമയം പങ്കുവച്ച് ഒരുപാട് നന്ദി, നമസ്കാരം. ഇനിയും മോള് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി. ഇത് അക്ഷിത ദയാനന്ദ്. തോൽക്കാത്ത മനസ്സും ഇടറാത്ത കാലുകളുമായി ജീവിതത്തെ വെല്ലുവിളിച്ച് മുന്നേറുന്ന 12 വയസ്സുകാരി. സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയോട് പൊരുതി ഭരതനാട്യത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. മെഡിക്കൽ സയൻസ് വാക്കറിന്റെ സഹായമില്ലാതെ നടക്കാൻ സാധിക്കില്ലെന്ന് വിധിയെഴുതിയവൾക്ക് വേദിയിൽ വീഴാതെ ബാലൻസ് ചെയ്ത് നൃത്തം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതവളുടെ മനോധൈര്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് മാത്രമാണ്. വേദിയിലെത്തുമ്പോൾ ചലിക്കുന്നത് അവളുടെ കാലുകളല്ല, മനസ്സാണ്. മുന്നോട്ട് നീങ്ങാനുള്ള മനോധൈര്യമാണ്. പലപ്പോഴും അക്ഷിത അമ്മയോട് പരിഭവം പറയാറുണ്ട്. സഹപാഠികളോടൊപ്പം നടന്നെത്താൻ കഴിയാത്തതിന്റെ, കാലിടറി പോകുന്നതിന്റെ, ഓടി നടക്കാൻ കഴിയാത്തതിന്റെ, അങ്ങനെ. എന്നാൽ ഇന്ന് വിവിധ വേദികളിൽ ഭരതനാട്യം അവതരിപ്പിച്ച്
പലർക്കും കഴിയാത്ത അതിമനോഹരമായ നേട്ടം സ്വന്തമാക്കിയതോടെ സ്കൂളിൽ താരമായിരിക്കുന്നു അവൾ. പഠിക്കുന്ന സ്വന്തം വിദ്യാലയത്തിൽ, പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ കൾച്ചറൽ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റായി എത്താനും ഉദ്ഘാടനം ചെയ്യാനുമുള്ള ഭാഗ്യവും അവൾക്കുണ്ടായി. പഠിക്കുന്ന സ്കൂളിൽ സഹപാഠികളുടെ മുന്നിൽ, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുന്നിൽ ലഭിച്ച അവസരം ജീവിത സഞ്ചാരപാതയിൽ എന്നും ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ അക്ഷിതയെ സഹായിക്കും. ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ അതിരുകളില്ലാത്ത ആകാശമാണ് മുന്നിലുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം കൂടി സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് അക്ഷിത. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് കാണികൾക്ക് വിസ്മയമായി അക്ഷിത നൃത്തമാടിയത്. കലാമണ്ഡലം വനജാരാജനാണ് അക്ഷിതയുടെ നൃത്താധ്യാപിക. കഴിഞ്ഞ വർഷം കൂർമ്പ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ നൃത്തം പഠിക്കണമെന്ന ആഗ്രഹം അക്ഷിത അമ്മയെയാണ് ആദ്യം അറിയിച്ചത്. സങ്കടങ്ങളും വേദനകളും നൃത്തച്ചുവടിലൂടെ അവൾ മറന്നു. എന്തിനും താങ്ങും തണലുമായി അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. PNB മെറ്റ്ലൈഫ് എക്സിക്യൂട്ടീവ് ഏജൻസി മാനേജർ പെരളത്തെ ടി ദയാനന്ദന്റെയും തിമിരി ബാങ്ക് കോപ്പറേറ്റീവ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ K സന്ധ്യയുടെയും മകളാണ് അക്ഷിത. സഹോദരങ്ങൾ ഐഷാനിയും അഭിരൂപും എന്തിനും താങ്ങായി ഒപ്പമുണ്ട്. നടക്കുമ്പോൾ മുന്നിലുള്ള ചെറിയ തടസ്സങ്ങൾ പോലും അവളെ വീഴ്ത്താൻ ശക്തിയുള്ളതാണ്. ആ തടസ്സങ്ങളോട് പോരാടാനുള്ള ശക്തി അവളുടെ കാലുകൾക്കുണ്ടാകട്ടെ. അവളുടെ ദൗത്യം ശ്രമകരമാണ്, മനസ്സ് ശക്തമാണ്, ആഗ്രഹങ്ങൾ വലുതാണ്. ഉയരങ്ങൾ എത്തിപ്പടിക്കാൻ അവൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പഞ്ചവൻ കാട്ടിനി കിളിമകളെ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിനി കിളിമകളെ പഞ്ചവണിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ, മഞ്ചലിലാട്ടി കഥ പറയൂ.